ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. മാർക്കറ്റിൽ ഇന്നുണ്ടാക്കിയൊരു വോളറ്റാലിറ്റി നോക്കിയാൽ മതി. നമുക്ക് ഇന്ന് മാർക്കറ്റ് ഹൈ വന്ന 23,423 അല്ലെങ്കിൽ 425 ഈ ലെവലിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫസ്റ്റ് ഒരു സിങ് എന്ന് പറയുന്നത് 23,125, ഏകദേശം ഒരു 300 പോയിന്റിൻ്റെ അടുത്ത് ഒരു ഫാള് തന്നു. അതേ രീതി എന്ത് ചെയ്തു, കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് തിരിച്ച് കയറി എന്നുള്ളതാണ്. വീണ്ടും ആ ഒരു സിങ് ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെ വന്നു. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു വോളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രീമിയം പമ്പ് ചെയ്യുന്ന ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും, മാർക്കറ്റിൽ ഏത് ഡയറക്ഷനിലാണോ മാർക്കറ്റ് പോകുന്നത് ആ ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാന്നാണ്. ഇപ്പോൾ നമ്മൾ ഒരു വോളറ്റാലിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തരും. പക്ഷെ അത് എന്ത് ചെയ്യില്ല, മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യില്ല, നേരെ താഴെ വരും. ഇനി താഴെ വന്നാൽ പോലും എന്ത് സംഭവിക്കാം, ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് ചെറിയൊരു ഫാള് കാണിച്ച് മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്യുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞ വീണ്ടും ദീപം മാറി താഴെ വരും. അതായത് ഒരു പൊസിഷണൽ വ്യൂവിൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ബ്രേക്ക് ഡൗണിലോ ടാർഗറ്റ് വെച്ച് ട്രേഡ് ചെയ്യുന്ന, പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് എൻട്രി കൊടുക്കാത്ത രീതിയിലായിരിക്കും മിക്കവാറും വോളറ്റാലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റിൽ മൂവ് ചെയ്യുന്ന സമയത്ത്, പ്രീമിയം പമ്പിങ് ഉണ്ടാകുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ആ ഒരു മൂവ്മെൻറ്റിൽ ചാടിക്കയറി പിടിക്കുക എന്നുള്ളത്. എങ്ങാനും മാർക്കറ്റ് റിവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ പോയ പ്രീമിയം അതേപോലെ എഗെയിൻസ്റ്റ് വരും എന്നുള്ളതാണ്. ഇപ്പോൾ 76,200 പുട്ടിൻ്റെ പ്രീമിയം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെൻസെക്സിൻ്റെ ആണ് 35 രൂപ അല്ലെങ്കിൽ 50 രൂപ ഒക്കെ ഉണ്ടായിരുന്നത്, ഏകദേശം ഒരു 400 രൂപ വരേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫാളിൽ. അത് കഴിഞ്ഞ് തിരിച്ച് കയറി പിന്നെ എന്ത് ചെയ്തു, 350 ഉണ്ടായിരുന്ന പ്രീമിയം 1300, 1400 വരേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നല്ല പ്രീമിയം മൂവ്മെൻറ്റ് ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ പുതുതായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാറി നിൽക്കുന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്നുള്ളതും പറയുന്നു. ഇനി ഇന്നലെ മാർക്കറ്റിൽ എന്ത് ചെയ്തു, ചെറിയ ഒരു ബുള്ളിഷ് മൊമെന്റം വന്നു. അതിനെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, വലിയൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ഉണ്ടാക്കി മാർക്കറ്റ് താഴെ വന്നു എന്നുള്ളതാണ്. മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി മാർക്കറ്റിനെ സംബന്ധിച്ച് 23,000 എന്നുള്ള റൗണ്ട് ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരുപാട് താഴെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം ബജറ്റ് 1-ാം തീയതി ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ 22,625 ആണ്. ബജറ്റിന് മുമ്പിൽ അധികം ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവൽ വരേക്ക് 22,625 വരേക്ക് മാർക്കറ്റ് വരും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലെവൽ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലെവലുകൾ റൗണ്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് 22,900 അതേപോലെ 22,800 അല്ലെങ്കിൽ 22,644 എന്നുള്ള ലെവലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനി നിഫ്റ്റിയുടെ കേസിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എന്ത് ചെയ്യും, ഒരു ഹാൾട്ടി ക്യാൻഡലായിട്ട് അല്ലെങ്കിൽ ഒരു ഡോജി ടൈപ്പ് ക്യാൻഡലായിട്ട് മാർക്കറ്റ് തീരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഗ്യാപ്പ് അപ്പിലുള്ള ട്രേഡുകൾ നാളേക്ക് നമ്മൾ ചെയ്യുന്നില്ല. ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പോലും മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഇനി വലിയ ഗ്യാപ്പ് അപ്പിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 23,300 അല്ലെങ്കിൽ ഈ റേഞ്ചിൽ എവിടെയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാണ്. പിന്നെ എപ്പോഴെങ്കിലും ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മേലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. അതിനിടയ്ക്കുള്ള ട്രേഡുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കൂടുതലായിട്ട് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഏരിയയിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഒന്നല്ല എന്ത് ചെയ്യണം, ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് താഴേക്ക്, അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സിങ് ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, മേലേക്കുള്ള ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനി ഒരു വലിയ ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മാറി തിരിച്ച് കയറാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് വലിയ ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റിയിൽ നമ്മൾ നാളേക്ക് പ്ലാൻ ചെയ്യുന്ന ട്രേഡുകൾ എന്ന് പറയുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്ത് സെയിം സിനാരിയോ ആണ് ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കിയത്. ബാങ്ക് നിഫ്റ്റി 49,530 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ആ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത സമയത്ത് 48,700 എന്നുള്ള ലെവലിലേക്ക് വന്നു. അതിനുശേഷം ഷാർപ്പായിട്ട് റിക്കവറി, 2 ക്യാൻഡിൽ റിക്കവർ ചെയ്തു, വീണ്ടും ആ സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്തു, അതായത് വോളറ്റാലിറ്റി കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. നിഫ്റ്റിനെ സംബന്ധിച്ച്, നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഈ ഒരു ലെവലുകൾ ക്രൂഷ്യൽ ലെവലാണ് ഈ നിൽക്കുന്ന ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് 48,000 മുകളിൽ തൊട്ട് മുകളിൽ ഈ ഒരു സോണിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടാർഗറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലെവൽ, ഈ 48,311 അല്ലെങ്കിൽ 300 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവരെയൊക്കെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ
ഇനി ഒക്കെ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകളിലാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സെൽ ഓൺ റൈസ് എന്നുള്ളതിനെയാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത്. മേലേക്ക് വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് എത്തുന്ന സമയത്ത് താഴേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ പിന്നെ നമ്മുടെ വ്യൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനെ പറഞ്ഞിരുന്നത് നമുക്ക് വ്യൂ എന്താണ് ഡൗൺ സൈഡ് ആണ് എന്നുള്ളതുകൊണ്ട് ഡൗൺ സൈഡ് ട്രേഡുകളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ടാവുക പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ഇനി ഒരു വോൾട്ടാലിറ്റി അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഭയങ്കരമായിട്ട് പമ്പിങ് ഉണ്ടായതുകൊണ്ട് തന്നെ മാക്സിമം ക്വാണ്ടിറ്റി കുറച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ കേസ് ഈ ഒരു ലെവൽ 49,280 എന്നുള്ള ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എവിടെയാണെങ്കിലും ഈ ഒരു ഏരിയക്ക് മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, നമ്മളെ സംബന്ധിച്ച് സസ്റ്റെയിൻ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് അലർട്ടായിട്ടിരിക്കും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി 49,600 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ എന്തുള്ളൂ മേലേക്കുള്ള ട്രേഡ്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡ് ട്രേഡ്. ഇനി ഇന്നത്തെ സെൻസെക്സ് കൂടെ നമുക്ക് നോക്കാം. സെൻസെക്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കുക. നിഫ്റ്റിയുടെ സെയിം മൂവ്മെൻ്റ് ആണ് സാധാരണ സെൻസെക്സ് ഉണ്ടാക്കാറുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്തു ഒരു ഓപ്പൺ ചെയ്ത് ചെറിയ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു. ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തത്. പിന്നെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ പിന്നെ പോസിറ്റീവ് ക്യാൻഡിൽ തന്ന സമയത്ത് പ്രീമിയം ഭയങ്കരമായിട്ട് പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോൾസെയിലേക്ക് പ്രീമിയം ഭയങ്കരമായിട്ട് പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റിൽ സെൽ ഓഫ് വന്നു. പിന്നെ എന്ത് ചെയ്തു, ഹോൾസെയിലേക്ക് പ്രീമിയം ഭയങ്കരമായിട്ട് ഡൗൺ വരികയാണ് ചെയ്തത്. പിന്നീട് ഓരോ പുൾ ബാക്ക് എടുക്കും, മാർക്കറ്റ് താഴെ വരുമെന്നുള്ള സിനാരിയോ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തു, ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്താണ് മേലേക്ക് മാർക്കറ്റ് വന്നത്. അപ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന സമയത്ത് ഇതിന് താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ ട്രേഡ് പ്ലാൻ ചെയ്ത് ഇതിൻ്റെ 2x നമുക്ക് ടാർഗറ്റും പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിലാണ് നമ്മൾ ഡബിൾ ബോട്ടം പാറ്റേൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെ സെൻസെക്സിൻ്റെ കേസിൽ ഇന്ന് ഭയങ്കരമായിട്ട് പ്രീമിയം പമ്പിങ് എന്ന് പറഞ്ഞാൽ 79 നമുക്ക് നോക്കാം. 76,200 പ്രീമിയം നോക്കിയാൽ മതി. ഈ ഒരു പ്രീമിയം 35 അല്ലെങ്കിൽ 30 ഏറ്റവും ഓപ്പൺ ചെയ്ത സമയത്ത് 26 ആയിരുന്നു. ഈ പ്രീമിയം വന്ന ലെവലിൽ നോക്കിയാൽ മതി. ഫസ്റ്റ് ഇതിൽ 414 വന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെൽ ഓഫിൽ 80 എന്നാണ് പിന്നെ പ്രീമിയം എന്ത് ചെയ്തത് 680 വരെ വന്നത്. അപ്പം ഇതൊക്കെ 10x അല്ലെങ്കിൽ അത് കൂടുതൽ പിന്നെ റിട്ടേൺ തരുന്ന രീതിയിലായി നിന്നും പ്രീമിയം മൂവ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ 50 പോയിന്റോ 60 പോയിന്റോ പ്രീമിയത്തിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു വോൾട്ടാലിറ്റി നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കും എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നാളേക്ക് സെൻസെക്സിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ നിഫ്റ്റി നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ സെൻസെക്സിൽ പ്ലാൻ ചെയ്ത് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് അതേപോലെ 75, 268, 4,984 എന്നുള്ള ടാർഗറ്റ് എന്ത് ചെയ്യാം, സെൻസെക്സ് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. മേലേക്ക് എന്ത് ചെയ്യണം, ഈ ഒരു 77,254 മുകളിലും 77,300 മേലേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക നമ്മൾ ഹോൾസെയിലിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ലാത്ത സമയത്ത് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഏരിയയിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഏരിയയിൽ ട്രേഡ് പ്ലാൻ ചെയ്യണമെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടുന്ന് സെല്ലിംഗ് സിനാരിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമേ എന്ത് ചെയ്യുള്ളൂ നോക്കുന്നുള്ളൂ. ബൈ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുന്നില്ല. മിക്കവാറും ഗ്യാപ്പപ്പിലാണെങ്കിൽ ഇവിടെ ഒരു ഹോൾട്ട് ക്യാൻഡിൽ ഉണ്ടാക്കി തീരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ട്രേഡുകൾ ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.